ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഞാൻ വ്യക്തിപരമായി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൽ സുപ്രീം കോടതിയിൽ ഇന്ദു മൽഹോത്ര എടുത്ത നിലപാടാണ് ശരിയായ നിലപാടെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ഈ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ സെക്യുലറിസം എന്താണ്? ഈ ഒരു ക്ലാസിക്കൽ സെക്യുലറിസം അല്ല ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സെക്യുലറിസമാണ്. അപ്പോൾ ആ ഫ്രെയിം വർക്കിൽ നിന്നാണ് ഇന്ദു മൽഹോത്ര വിഷയത്തെ സമീപിക്കുന്നത്. അവരെന്താണ് ശബരിമലയിൽ നിലവിലുള്ള സ്ത്രീ പ്രവേശനം വിലക്കുന്നതിന് പറയാൻ പറ്റില്ല, ഒരു ഗിവൺ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യുവതീ പ്രവേശന വിലക്കെന്ന് പറയുന്ന ആ സംഗതി അത് സ്പെസിഫിക്കായിട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രാചാരമാണെന്നും അതിൽ സ്റ്റേറ്റ് കൈകടത്തുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു എക്സസ് ഓഫ് പവറാണ് എന്ന് നിരീക്ഷിക്കുകയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സ്റ്റേറ്റ് അന്യായമായ കയറ്റലാണ്, അത് വേണ്ട എന്ന് പറഞ്ഞ് ഡിസൻറ്റ് വേർഡിക്റ്റ് എഴുതിയ ഇന്ദു മൽഹോത്രയ്ക്കൊപ്പമാണ് ഞാൻ പേഴ്സണലി നിൽക്കുന്നത്. അപ്പോൾ ആ വേർഡിക്റ്റ് വന്ന ഉടനെ അത് നടപ്പിലാക്കാൻ വേണ്ടി LDF സർക്കാർ കാണിച്ചിട്ടുള്ള അത്യാവേശം അത് അവരുടെ സെക്യുലറിസത്തെക്കുറിച്ച് ക്ലാസിക്കൽ കാഴ്ചപ്പാടൊന്നും ഉണ്ടാവുന്നതാണ്. ഒരു ലെഫ്റ്റ് സെക്യുലർ കാഴ്ചപ്പാടുണ്ട്, അത് ഇന്ത്യൻ സെക്യുലറിസമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല. ആ അമിതാവേശത്തിൻ്റെ പേരിൽ അവർ പിഴയൊടുക്കേണ്ടി വന്നു. അവരിപ്പോൾ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ വിഷയം. അപ്പം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരും CPM സ്വീകരിച്ച സമീപനങ്ങളെ UDFന് രാഷ്ട്രീയമായി നിശ്ചയമായിട്ടും എതിർക്കാൻ. അത് അവരുടെ റൈറ്റാണ്, അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ തന്നെ റദ്ദു ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ആ കോണ്ടെക്സ്റ്റിന് ആവശ്യമില്ലാത്ത പദാവലികൾ. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്നൊരു പദം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് പ്രവഹിപ്പിക്കുന്ന അർത്ഥം എന്താണെന്ന് നിഷാദ് പറഞ്ഞു. അപ്പോൾ ബീഫ് കയ്യിലോ വയറ്റിലോ ഉള്ള ഒരാളെ തല്ലിക്കൊല്ലാം എന്നുള്ളതാണ് അത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന മാനവികവാദികളുടെ ഭാഗത്തുനിന്ന് പോലും വരുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് പറയുമോ? അയ്യോ, അങ്ങേര് ബീഫാണ് കഴിച്ചത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദിക്കുക. അയ്യോ, അങ്ങേര് എന്തിനാണ് തല്ലിക്കൊല്ലതെന്നല്ല ചോദിക്കുന്നത്. അങ്ങേര് മട്ടനാണ് കഴിച്ചിരുന്നതെങ്കിലോ